ഹലോ യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒഡീസി എന്ന ബ്രാൻഡിൻ്റെ വിൻ 10,000 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അത് 10,000 എന്ന് പറഞ്ഞിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് 10,000 cc ഒന്നുമല്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ബൈക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്കർ റിവ്യൂ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് R15 ആണോ അതോ CBR ആണോ എന്നുള്ള ഒരു ഡൗട്ട് അടിച്ച് പോകും. പിന്നെ നമുക്ക് ഈ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളത് ഇതൊരു ഇലക്ട്രിക് ബൈക്കാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇതിന് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീറ്ററിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഡിജിറ്റൽ മീറ്റർ ഉണ്ടാവും. ഇപ്പോൾ വണ്ടി ഏത് ഇതിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ പെയിൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ബാറ്ററി ലൈഫിൻ്റെ കാര്യങ്ങൾ കാണാം. പിന്നെ ഇവിടെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് കാണാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡിം ആൻഡ് ബ്രൈറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, പിന്നെ അതുപോലെ തന്നെ എൻജിൻ കട്ട് ഓഫ്, പിന്നെ ഹെഡ്ലൈറ്റ്, പവർ സ്റ്റാർട്ടിങ്. പിന്നെ ഈ വണ്ടിയുടെ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഇപ്പോൾ നമുക്ക് പല ഷിഫ്റ്റിലിടാം, അതായത് സ്പോർട്സ് മോഡിലിടാം, ഡ്രൈവിലിടാം, പാർക്കിങ്ങിലിടാം, റിവേഴ്സിലിടാം. ഇങ്ങനെ ഓരോ ഷിഫ്റ്റിലിട്ടാണ് ഈ വണ്ടിയുടെ യൂസിങ്ങും കാര്യങ്ങൾ തന്നെയാണ് ഇതുള്ളത്. അതുപോലെ തന്നെ പിന്നെ ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ നല്ലൊരു ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് തന്നെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലൊരു ഡിസ്ക് ബ്രേക്കാണ്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ വണ്ടിക്ക് മെയിനായിട്ട് പിന്നെ ഈ വണ്ടിയുടെ മൈലേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ ചാർജിൽ, അതായത് ഒരു 5 മണിക്കൂർ കുത്തി വെച്ച് കഴിഞ്ഞാൽ 140 കിലോമീറ്ററാണ് ഈ വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത്. അതായത് ഒരു ഈ വണ്ടി ഓണർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30 രൂപയുടെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് 140 കിലോമീറ്റർ ഓടാമെന്നുള്ളതാണ് ഇതിൻ്റെ വണ്ടിയുടെ ഓണർ പറഞ്ഞത്. ഈ വണ്ടിയുടെ ഓണർ ഇൻസ്റ്റാ നെയിം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ വണ്ടിയുടെ എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധാ ബൈക്കുമ്പോൾ നിന്നല്ല, സാധാ ഒരു 200 cc ആയിക്കോട്ടെ, 180 cc ആയിക്കോട്ടെ, അതിൽ നിന്ന് നമുക്ക് ഈ വണ്ടിക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഗിയറില്ല. അതുപോലെ തന്നെ ഇതിന് ഇവിടെ ബ്രേക്ക് സിസ്റ്റം ഇല്ലതാനും. അപ്പോൾ ഞാൻ ഈ വണ്ടി ആദ്യമായിട്ട് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറയുന്നത്, ഞാൻ നടു റോട്ടിൽ തന്നെ തപ്പിക്കളിച്ചു. അതായത് ഇതിൻ്റെ ബ്രേക്ക് എവിടെ, ഗിയർ എവിടെ, മറ്റേ ശ്രീനിവാസൻ ചോദിക്കണ പോലെ ഇതിന് ബ്രേക്ക് എവിടെ എന്ന് ചോദിക്കണ പോലെ ഗിയർ എവിടെ, ബ്രേക്ക് എവിടെ എന്നുള്ളത് അങ്ങനെ തപ്പിപ്പഴയും കാര്യങ്ങളായി. അതായത് ഇതിൻ്റെ ബ്രേക്ക് വരുന്നത് നമ്മുടെ ഹാൻഡിലിന്മേൽ തന്നെയാണ്, ഈ സൈഡിലും അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിയായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഓടിച്ച് പോകുമ്പോൾ ഒരു സ്കൂൾ വിട്ട ടൈമായിരുന്നു. ആ സ്കൂൾ വിട്ട ടൈമിൽ അറിയാമല്ലോ, ചെറിയ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ബൈക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഹരമായിരുന്നു. പക്ഷെ അവർ ചേട്ടോ ഹായതായോ ചേട്ടോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സാരനായിട്ടായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയുടെ ഒരു ABCD പോലും അറിയായിരുന്നില്ല ആ ടൈമിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് എന്തിനാണ് പെട്രോൾ ടാങ്ക് എന്നല്ലേ? ഈ ടാങ്കിൻ്റെ വേറെ കോമഡി ഉണ്ട്, ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, അതായത് വെറുതെ ഒരു ഷോഫിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൊരു ടാങ്കാണിത്. കാരണം ഒരു ബൈക്കാകുമ്പോൾ ടാങ്കൊക്കെ വേണമല്ലോ. ഞാനാദ്യം തെറ്റിദ്ധരിച്ചു ചിലപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലാവും ചാർജ് കുത്താന്നുള്ളത്. പക്ഷെ അല്ല, ഇതിൻ്റെ ചാർജ് കുത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്താ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ചാർജ് കുത്തുന്ന ഒരു ഏരിയ വരുന്നത്. ഓക്കെ, അതെ. ഈ വണ്ടി എനിക്ക് ഓടിച്ച് നോക്കിയിട്ട് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെൽമെറ്റിന് മൗണ്ട് ഇല്ലാത്ത ഒരു കാരണം കൊണ്ട് ഞാൻ ഗോപ്രോ സെറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ഗോപ്രോ വെച്ചിട്ട് എങ്ങാനും പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ 2000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. അത്രയ്ക്കും നല്ല അടിപൊളി നിയമവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരളത്തിലേത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഓടിച്ച് റിവ്യൂ ചെയ്ത് തരാൻ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമമുള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഈ വണ്ടി ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലെങ്കിൽ ഈ വണ്ടി പുതുതായി വാങ്ങിയവർക്കും എന്തായാലും അതൊക്കെ ഒരു ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.